അപ്പം ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ചൊന്ന് നിങ്ങൾക്ക് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു അമ്മ ഇവിടെ ഇരിക്കണേ, നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു അമ്മയാണ് ഇന്ന് ഈ ഇരിക്കുന്ന അമ്മ അല്ലേ. ഈ അമ്മയില്ലാതെ ആർക്കും വേറൊരു അമ്മയില്ല എന്ന് പറയാമല്ലോ നമുക്ക് വേണമെങ്കിൽ. ഈ അമ്മയോട് ചോദിച്ചാൽ നമുക്ക് എന്ത് കാര്യം നമ്മൾ സാധിച്ചു തരുന്ന ഒരു അമ്മയാണ് അത്. പിന്നെ നമ്മുടെ പെറ്റമ്മയാണ്. പിന്നെ നമുക്ക് നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഒരുവിധം സാധിച്ചു തരുന്ന നമ്മുടെ പെറ്റമ്മയുണ്ട്. അപ്പോൾ അർഹതയുള്ളോണം അമ്മമാർ നമുക്ക് തരാതിരിക്കില്ല. അമ്മമാർ നമ്മൾ അർഹതയില്ലെങ്കിൽ അതിന് തടസ്സവും നമ്മുടെ അമ്മമാർ തന്നെയാണ് ചെയ്യുക. അപ്പോൾ എന്നതുപോലെ നമ്മൾ പരിശുദ്ധമ്മ നമുക്ക് അങ്ങനെ നമ്മളെ പ്രാർത്ഥനയിൽ മോളെ നിനക്കത് ആവശ്യമില്ല, മോനെ നിനക്ക് ആവശ്യമില്ല എന്നൊക്കെ പരിശുദ്ധമ്മ നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ടാവും. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ എൻ്റെ അമ്മയുടെ പേര് മേരി എന്നാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ പേര് മേരി എന്നാണ് അല്ലേ. പരിശുദ്ധ അമ്മയുടെ പേര് മേരി എന്നല്ലേ. അപ്പോൾ അമ്മ എന്നും പറയാൻ എന്തെന്നറിയോ, അധികം ഞാൻ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കില്ല എന്ന് എൻ്റെ അമ്മ പറയാറുണ്ട്. അപ്പോൾ ഞാൻ പറയും അമ്മയുടെ കാലം കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം അമ്മേ എന്ന് പറയും. ആരെ ബുദ്ധിമുട്ടിപ്പിച്ചോ ഞാൻ ഉണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ അമ്മയെന്ന് അങ്ങനെ അമ്മയോട് ഞാൻ പറയും. അമ്മ ചെറുപ്പം തൊട്ടേ ഒരുപാട് ഇപ്പം ഞാൻ ഒരു 3 വയസ്സിൽ രോഗിയായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുമാതിരി അമ്മ പ്രായം തൊട്ട് 12 വയസ്സ് തൊട്ട് തന്നെ അമ്മ രോഗികളെ നോക്കൽ തുടങ്ങിയിട്ടുള്ളതാണ്. അമ്മയുടെ അമ്മാമ്മേനെ അടക്കം എൻ്റെ അമ്മ നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഏത് കാലത്തും അമ്മയ്ക്ക് രോഗികളെ നോക്കാൻ ഒരു അറപ്പില്ലാതെ നോക്കുന്നതാണ് എൻ്റെ അമ്മ. ഇനിയിപ്പോൾ എന്നെ തന്നെ ഒരു ആശുപത്രിയിലേക്ക് എവിടേക്കെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അമ്മ എന്നെ നോക്കുന്നത് പോലെ തന്നെ അപ്പുറത്ത് കിടക്കുന്ന രോഗികളെ ഇനി നോക്കും. അതുമാതിരി ഏതെങ്കിലും രോഗി വയ്യാതെ കിടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോവും അമ്മയ്ക്ക് എന്താണ് അമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതൊക്കെ അമ്മ ചെയ്തു കൊടുക്കും. അങ്ങനെയാണ് എൻ്റെ അമ്മയുടെ ഒരു സ്വഭാവം. അങ്ങനെ 84 വയസ്സ് വരെ എൻ്റെ അമ്മ ജീവിച്ചു. അതിൽ ഒരുപാട് രോഗികളെ എന്നെ വേണമെങ്കിൽ പറയാം. ഒന്ന് എൻ്റെ കുടുംബത്തിൽ തന്നെ ഒന്ന് ഞാനുണ്ട്, പിന്നെ എൻ്റെ അപ്പൻ വയ്യാതെയായി, എൻ്റെ അമ്മാമ്മ വയ്യാതെയായി, ഇതൊക്കെ നോക്കിയത് എൻ്റെ അമ്മയാണ്. മനസ്സിലായ. അപ്പോൾ രാവിലെ പാവലും എൻ്റെ അമ്മേനെ എനിക്ക് രാത്രി സമയങ്ങളിൽ എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് വിളിക്കും. ആന്ന് പറയേണ്ട ആവശ്യമില്ല, അമ്മ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഞാൻ ആന്ന് പറയുമ്പോൾ അമ്മ ഞെട്ടി എണീറ്റിട്ടുണ്ടാവും അവിടെ. അത്രയും ഉണർവിലാണ് എൻ്റെ അമ്മക്ക് എടുക്കുക. അപ്പോൾ എൻ്റെ അമ്മേനെ ഇപ്പോഴും എനിക്ക് എൻ്റെ അമ്മ എന്നെ വിട്ട് പോയാലും മറക്കാൻ എനിക്ക് സാധിക്കില്ല. അതുമാതിരി തന്നെ അമ്മ ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ടെൻഷനാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ പറയാൻ ദൈവമേ മോൾ ഒറ്റയ്ക്കുള്ളൂ. അപ്പോൾ ഓടിയിട്ടാണ് എൻ്റെ അടുത്തേക്ക് വരിക. എന്തെങ്കിലും അത്യാവശ്യത്തിനാണ് പോവുക അല്ലെങ്കിൽ ആരെയും പറഞ്ഞ് ഏൽപ്പിക്കുന്നൊക്കെ അവൾ ഒറ്റയ്ക്കുള്ളോട്ടോ ഒന്ന് നോക്കാൻ പൊക്കോളോട്ടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ അമ്മ പോവുക. അപ്പോൾ അങ്ങനെ അമ്മ ഈ എത്ര വയ്യാതെയായാലും പെട്ടെന്നൊന്നും അമ്മ ആശുപത്രി പോവില്ല. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ആശുപത്രി പോകില്ല വെച്ചാൽ അമ്മയ്ക്ക് ഈ ഓക്സിജൻ കയറ്റുക, ഈ വെൻറ്റിലേറ്ററിൽ കൊണ്ടിടുക, ഇങ്ങനത്തെ വക കാര്യങ്ങളൊന്നും അമ്മയ്ക്ക് ഇഷ്ടമില്ല. എന്താണെന്ന് വെച്ചാൽ എപ്പോഴേലും ഒരിക്കൽ പോകണ്ടേ എന്നൊക്കെയാണ് അമ്മ പറയുക. അത് കാരണം അമ്മയ്ക്ക് ഒരു നമ്മുടെ നിങ്ങളുടെ പഴയ വീട് പൊളിച്ച് വീട് പണിതു. അപ്പോൾ അമ്മ വീട് പണിതപ്പോൾ അന്നത്തെ നിലയ്ക്ക് അന്നത്തെ അത്യാവശ്യം സൗകര്യമുള്ള വീട് അന്ന് പണിതു. ആ പണിതപ്പോൾ അമ്മ സ്വപ്നം കൂടി കാണാത്ത പോലെയാണ് അമ്മയ്ക്ക് അന്ന് തോന്നി. ഇത്രയും നല്ലൊരു വീട് കയറ്റിയില്ലേ എന്നാണ് അമ്മയ്ക്ക് തോന്നിയത്. അപ്പോൾ അമ്മ പറഞ്ഞു, ഈശോയോട് പറഞ്ഞു, ഈശോയെ ഇത്രയും സഹനമൊക്കെ എൻ്റെ അമ്മ സഹിച്ചിട്ടുള്ളൊരു അമ്മയാണ്. എങ്കിലും അമ്മ ഈശോയോട് പറഞ്ഞു, ഈശോയെ എനിക്കൊരു സഹനം നീ തരണം. അപ്പോൾ ഇങ്ങനെ ഇത്രയും കാലം ഒരു മോളനെ തന്നെ നോക്കിയിട്ട് ഒരു നടക്കാൻ വയ്യാത്തൊരു മോളെ നോക്കണ കഷ്ടപ്പാട് എല്ലാവർക്കും മനസ്സിലാവും. അനുഭവിക്കുന്നവർക്ക് മനസ്സിലാവും, അറിയാത്തവർക്ക് അറിയില്ല. അപ്പോൾ അമ്മ പറഞ്ഞു എനിക്കൊരു സഹനം വേണം ഈശോയെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ വർഷം തന്നെ അമ്മയ്ക്കൊരു സഹനം കൊടുത്തു. ആ സഹനം കൊടുത്തു എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ മുകളിൽ ഒരു മുറിവ് അമ്മയ്ക്ക് കൊടുത്തു. അപ്പോൾ അത് രക്തോട്ടം നല്ലോണം കുറഞ്ഞു നമ്മുടെ കാലിന്മേൽ. അപ്പോൾ ആ മുറിവ് കിട്ടി. അപ്പോൾ ആ മുറിവ് കിട്ടിയപ്പോൾ അമ്മ വലിയ ഡോക്ടർമാരുടെ അടുത്തേക്ക് പോലൊന്നും ഉണ്ടായില്ല. എന്ന് വെച്ചാൽ ചെറിയ ഈ ഒരുപാട് പഴുക്കാതിരിക്കാനുള്ള ചെറിയ ചികിത്സകളൊക്കെ നടത്തും. വരെ തൈലം പരറ്റുക, അതുമാതിരി എന്തെങ്കിലും അതിൻ്റെ മുകളിൽ എന്തെങ്കിലും മരുന്ന് പറ്റുക, അങ്ങനെ നടന്ന് അങ്ങനെ ഒരു മുറിവ് ഏകദേശം ഉണക്കായി കഴിഞ്ഞ് അടുത്ത മുറിവ് വരും. അപ്പോൾ അമ്മ ഈ ഓരോ മുറി എടുത്ത് കഴുകുമ്പോൾ അമ്മ പറയും ഞാൻ ചോദിച്ചു മേടിച്ചതാണ് കേട്ടോ, ഈ സാധനം ഞാൻ ചോദിച്ചു മേടിച്ചതാണ് കേട്ടോ എന്നാണ് അമ്മ പറയുക. അങ്ങനെ അമ്മ ഈ സാധനം മേടിച്ച് ഇതായതിന് ശേഷം എല്ലാ കൊല്ലം ഒരു ഏകദേശം ഒരു 10-18 വർഷം ആ മുറിവുകൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഒരെണ്ണം ഉണങ്ങി അപ്പുറത്ത് വരും, ഒരെണ്ണം ഉണങ്ങി അങ്ങനെ വരും. അങ്ങനെയായിട്ട് ഒരു മുറിവ് 6 വർഷം നിന്നു. ആ കാലും ആ മുറിവ് 6 വർഷം നിന്നു. ബാക്കി ഒറ്റ മുറിവും പിന്നെ ഉണ്ടായില്ല. അപ്പോൾ അമ്മ പറയും ഇത് എനിക്ക് പോകുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളതാ
ഈ മുറി കഴുകണ നേരത്ത് അമ്മയ്ക്ക് പറ്റാത്ത സമയത്ത് ഞാനും കഴുകി കൊടുക്കുക, മുറി കെട്ടി കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അമ്മ പറയും ഇതിലേക്ക് പോകുമ്പോൾ അവിടെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാനുള്ളതാന്ന് പറയും. അപ്പോൾ ഞാൻ പറയാം നല്ല കാര്യമാണ്, കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് അമ്മയോട് ഞാൻ തമാശയിൽ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അമ്മയ്ക്ക് ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതിപ്പോൾ പല ചികിത്സകളും പല ഇതൊന്നും ചെയ്യുന്നത് ഇഷ്ടമില്ലാത്ത കാരണം അമ്മ എല്ലാവരും നമ്മുടെ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിൽ പോകും. അവിടെ പോയിട്ട് വല്ല ചെറിയ മരുന്ന് മേടിക്കും, ഒന്ന് ചെറുതായിട്ട് വേദന ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് ചെറിയൊരു മരുന്ന് മേടിക്കും. അപ്പോൾ ഗവൺമെൻറ് ആശുപത്രിയിലൊക്കെ നമുക്ക് വലിയ ഇതൊന്നും അവർ ചെയ്യില്ല, നമുക്കറിയാമല്ലോ. എന്നാൽ ചെയ്യില്ലാത്ത കുറവില്ല, എങ്കിലും ഒരു കഷായം 2 ദിവസത്തേക്ക് ഒരു കഷായം മരുന്ന് തരും, അതെടുത്ത് കുടിക്കും. അത് കഴിഞ്ഞ് വീണ്ടും പോകും. അങ്ങനെ ഇത്രയും വർഷം അമ്മ ആ മുറിവ് ഡോക്ടറെ കൊണ്ട് ഇതാക്കിയിട്ട് ആ മുറിവിനെ ഇതാക്കാനൊന്നും അമ്മ നിന്നില്ല. ആ മുറിവ് അമ്മ എന്നെ കഴുകും, അല്ലെങ്കിൽ അമ്മയ്ക്ക് പറ്റാത്ത സാഹചര്യത്തിൽ ഞാനും കഴുകി കൊടുക്കും. അങ്ങനെ മരിക്കുന്ന സമയം വരെ അമ്മയ്ക്ക് ആ മുറിവുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഒരാഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരിക്കുന്ന സമയത്ത് എന്നെ ആശുപത്രിയിൽ കൊണ്ടിടരുതെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു അമ്മയ്ക്ക്. എന്താണെന്ന് വെച്ചാൽ അമ്മ പറയാം അവിടെ കുത്തിക്കയറ്റി ഇവിടെ കുത്തിക്കയറ്റി എന്നെ ശ്വാസം മുട്ടിക്കും, അത് കാരണം നിങ്ങൾ മരിക്കണ നേരത്തെ എന്നെ മരിക്കണ നേരത്ത് കൊണ്ടുപോകരുത് എന്നാണ് അമ്മ പറയുക. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയ്ക്ക് ഒരു പുറം വേദന വന്നപ്പോൾ ഡോക്ടർമാർ അപ്പോൾ നിങ്ങൾ നിർബന്ധിച്ചിട്ട് അമ്മയോട് പറഞ്ഞു ഡോക്ടറെ കാണിക്കാം, നമുക്ക് എന്താണെന്ന് നമുക്കൊന്ന് അറിയാം. അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമില്ല, ഡോക്ടറെ അടുത്തേക്ക് പോകാനൊന്നും അമ്മയ്ക്ക് ഇഷ്ടമില്ല. എങ്കിലും അമ്മ ഗവൺമെൻറ് ആശുപത്രിയിൽ തന്നെ ഒരു ഡോക്ടറെ കാണിക്കാൻ പോയി, നിങ്ങളുടെ പരിചയമുള്ള ഒരു ഡോക്ടർ. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഹാർട്ടിന് നല്ല ബലക്കുറവുണ്ട്, ആൾക്ക് ഒന്ന് റെസ്റ്റ് എടുക്കണം. അപ്പോൾ അമ്മയ്ക്ക് റെസ്റ്റ് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഭയങ്കര വിഷമമാണ് റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അമ്മയ്ക്ക് എപ്പോഴും പണിതുകൊണ്ടിരിക്കണം, ഏത് നിമിഷം ഇങ്ങനെ പണിതുകൊണ്ടിരിക്കണതാണ് അമ്മയ്ക്ക് ഇഷ്ടം. അപ്പോൾ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നിർബന്ധമായിട്ട് പറഞ്ഞു അമ്മയോട് അമ്മ റെസ്റ്റ് എടുക്കുക, അല്ലാതെ അമ്മ ഒന്നും ചെയ്യണ്ട, എല്ലാം അതിൻ്റെ വഴിക്ക് നേരത്ത് നടന്നു പോകും, അമ്മ ഒന്നും ചെയ്യരുതെന്ന്. അങ്ങനെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അമ്മ റെസ്റ്റ് 3 ദിവസം റെസ്റ്റ് എടുത്തു എന്ന് പറയാം. അത് കഴിഞ്ഞ് മരിക്കണ ദിവസം അമ്മ പോയി നേരം വിളിച്ചപ്പോൾ വന്നിരുന്നു, എന്നോട് കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് അമ്മ കുറേ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അമ്മ പറഞ്ഞു ഞാൻ പോയി കുളിക്കാമെന്ന് പറഞ്ഞു. കുളി കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെ തലേദിവസം അമ്മയ്ക്ക് എനിക്ക് ചായ ഉണ്ടാക്കി തരാനൊന്നും പറ്റണില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് ചായ ഉണ്ടാക്കി തരാനൊക്കെ. അപ്പോൾ ചായ ഉണ്ടാക്കി തരാൻ ബുദ്ധിമുട്ടായപ്പോൾ ഒരു കന്നഡ കൊന്ത ചൊല്ലി കഴിഞ്ഞതിന് ശേഷം ചായ ഉണ്ടാക്കി തരും അമ്മ. അപ്പോൾ നാത്തും ജോലിക്ക് പോകുന്ന കാരണം അമ്മയാണ് ചായ ഉണ്ടാക്കി തരും. ആ ചായ ഉണ്ടാക്കാനായിട്ട് അമ്മയ്ക്ക് പോകാനായിട്ട് പറ്റണില്ല. അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ മോളെ കുറച്ച് നേരം കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മ കിടന്നു. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് അത്രയും വയ്യാതെയായിട്ടാണ് അമ്മ കിടക്കണമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ പരിശുദ്ധ അമ്മയോട് ഇത്രേ പറഞ്ഞോളൂ, എൻ്റെ ദൈവമേ പരിശുദ്ധ അമ്മേ എനിക്ക് എൻ്റെ അമ്മയ്ക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുക, എനിക്കല്ല എൻ്റെ അമ്മയ്ക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുക, ആരെയും എൻ്റെ അടുത്തേക്ക് എത്തിച്ച് തരണം. ഞാൻ ആരെയും വിളിക്കണില്ല, ഫോണൊക്കെ ഉണ്ട്, ആരെയും വിളിക്കണമൊന്നുമില്ല. ഞാൻ പരിശുദ്ധ അമ്മയോട് ഇവിടെ ഇരിക്കുന്ന അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ എൻ്റെ അമ്മയ്ക്ക് ചായ ഉണ്ടാക്കുക, ആരെയും എനിക്ക് എത്തിച്ച് തരണം എന്ന് പറഞ്ഞു. തലേദിവസമാണ് മരിക്കുന്നതിൻ്റെ തലേദിവസമാണ് ഇത് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ എൻ്റെ ദൈവം പരിശുദ്ധമ്മ തന്നെ പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് ഇത് പ്രാർത്ഥിച്ച് ഞാൻ കുറച്ച് തുണികളൊക്കെ കൊണ്ട് അമ്മയ്ക്ക് തീർത്തും വയ്യാന്ന് എൻ്റെ മനസ്സിങ്ങനെ തോന്നുന്നുണ്ട്, അമ്മയ്ക്ക് എന്തോ ബുദ്ധിമുട്ട് വരാൻ പോകുന്നുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഞാൻ വീടൊക്കെ ഇങ്ങനെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ചേച്ചി വരികയാണ്. എൻ്റെ ചേച്ചി വന്നപ്പോൾ ഞാൻ പറഞ്ഞു നീ അമ്മയോടൊന്നും മിണ്ടണ്ട, നീ പോയി ചായ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അമ്മ ചേച്ചി പോയി ചായ ഉണ്ടാക്കി കഴിഞ്ഞ് കൊണ്ടുവന്ന് വെച്ച് അമ്മേനെ വിളിച്ചു. അപ്പോൾ അമ്മ പറയുന്നത് ഞാൻ ചേച്ചീനെ ഫോൺ ചെയ്ത് വിളിച്ചിട്ടാണ് ചേച്ചി വന്നതെന്നാണ് അമ്മ പറയുന്നത്. ഞാൻ പറയുന്നത് വിളിച്ചിട്ടില്ല, ചേച്ചിയും പറയുന്നത് വിളിച്ചിട്ട്, പക്ഷെ അമ്മ വിശ്വസിക്കുന്നില്ല. അമ്മയുടെ വിചാരം ആ നേരത്ത് വരേണ്ട സാഹചര്യമില്ല. അപ്പോൾ അമ്മ പറയണത് നീ വിളിച്ചിട്ട് വന്നതാണെന്ന് പറയും. പക്ഷേ പരിശുദ്ധ അമ്മയാണ് എൻ്റെ അമ്മയ്ക്ക് ആ ചായ ഉണ്ടാക്കാൻ എൻ്റെ ചേച്ചീനെ അടുത്തേക്ക് വലിച്ചത്. ഞാൻ ഫോണൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മളെ ഉപേക്ഷിക്കില്ല എന്ന് പറയുന്നത് അതാണ്. അത് കഴിഞ്ഞു അമ്മ ചായ കുടി കഴിഞ്ഞ് കുളി കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ചേച്ചിയോട് ചോദിച്ചു ഞാനൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ എങ്ങനെയാണ് ക്ഷീണം വല്ലതുണ്ടോ? ക്ഷീണമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഒരു വളർച്ച അമ്മയ്ക്ക് ഉണ്ട് കേട്ടോ. എന്നിട്ട് അന്നത്തേതൊക്കെ കഴിഞ്ഞു. പിറ്റേന്ന് അമ്മ അതുപോലെ കുളിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുളിക്കണ കാര്യം. കുളി കഴിഞ്ഞ് വന്ന് ഈ 3 മണിയുടെ കൊന്ത കഴിഞ്ഞ് എനിക്ക് ചായ ഉണ്ടാക്കി തന്നു. ചായ ഉണ്ടാക്കി ഞാൻ കുടിക്കുന്ന സമയത്ത് എൻ്റെ മൂത്ത ചേച്ചി വിളിക്കുകയാണ്, അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ട് വിളിക്കണം. അപ്പോൾ അമ്മയാണ് പറയണത് കുഴപ്പമൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല, വിഷമമൊന്നുമില്ല എന്ന്. അങ്ങനെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞ് ഒരു 6 മണിക്ക് ആകുമ്പോൾ അന്ന് ഒക്ടോബർ 4-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്.
എന്നാൽ നിങ്ങളുടെ ഇടവകയിലൊക്കെ ജപമാല ചൊല്ലി എല്ലാ വീടുകളിൽ നിന്നും പള്ളിയിൽ പോയി ജപമാല ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ, ഈ പരിസരത്ത് ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അമ്മയ്ക്ക് ചെറുതായിട്ട് വയറിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ വേദനകളും കാര്യങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ നാത്തുമ്പര് പറഞ്ഞു പോണില്ല. ഞാൻ പറഞ്ഞു അപ്പോൾ അമ്മയും ചേച്ചി ഞാനും പറഞ്ഞു പൊക്കോളെ പോയി വരിയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമ്മയ്ക്ക് ഓരോരോ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണാൻ തുടങ്ങി. ബാത്റൂമിൽ പോവുക അങ്ങനെ നാത്തും ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. അമ്മ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് അമ്മ പറഞ്ഞു ഈ ഭക്ഷണം നാളെ ഒക്കെ തോഴിക്കിടേണ്ടി വരും. അമ്മ പറയണതാണ് കേട്ടോ, തോഴിക്കിടേണ്ടി വരും. ഞാൻ ഇവിടെ വച്ചിരിക്കുന്ന ഭക്ഷണം നീ എടുത്ത് കഴിച്ചോളൂ എന്ന്. അപ്പം അമ്മ പകുതിയെല്ലാം കഴിച്ചിട്ട് കറിയും ഇതും നീ കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിൽ തോന്നി എൻ്റെ അമ്മയുടെ അവസാനത്തെ ഒരു ഭക്ഷണമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ കഴിക്കാം അമ്മയെന്ന് പറഞ്ഞു. ഞാൻ കഴിച്ചു, അമ്മയുടെ ഭക്ഷണം കഴിച്ചു. അമ്മയുടെ ഭക്ഷണം കഴിച്ചു ബാക്കി എന്നുവെച്ചാൽ ഞാൻ എൻ്റെ ഭക്ഷണം കഴിഞ്ഞിട്ടിരിക്കുന്ന സമയമാണ് കേട്ടോ, ഞാൻ അങ്ങനെ കഴിക്കുന്ന ഒരാളല്ല. അപ്പം എൻ്റെ മനസ്സ് തോന്നുന്നു എൻ്റെ അമ്മയുടെ അവസാനത്തെ ഒരു ഭക്ഷണമാണ് ഇതെന്ന് മനസ്സിൽ തോന്നിയിട്ട് ഞാൻ ആ ഭക്ഷണം കഴിച്ചു. ആ ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും അമ്മയ്ക്ക് ഇത്തിരി കൂടി ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ അമ്മ പറഞ്ഞു ഉപ്പുർശമിക്ക് അച്ഛനെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ആങ്ങളെ ഉപ്പുർശമിക്ക് അച്ഛനെ കൊണ്ടുപോയി. ആങ്ങളെ ഡോക്ടറേനെ കാണിക്കാൻ കൊണ്ടുപോയി, അല്ല ഡോക്ടറേനെ വിളിക്കാൻ പോയി. അങ്ങനെ വന്നു ഉപ്പുർശമിയുടെ അച്ഛൻ വരുമ്പോഴേക്കാൾ മുമ്പ് അമ്മയ്ക്ക് മനസ്സിലായി അമ്മ മരിക്കുന്നു. അമ്മയ്ക്ക് മനസ്സിലായി. അപ്പോൾ അമ്മ പറഞ്ഞു ഡ്രസ്സ് മാറണം, എനിക്ക് ഡ്രസ്സ് മാറിയിട്ട് വേറെ ഡ്രസ്സ് എടുത്തിടണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഡ്രസ്സ് മാറി അമ്മ ചട്ടിമുണ്ട് കൊടുത്തു. അമ്മയ്ക്ക് മനസ്സിലായി അമ്മ ഈ ലോകം വിട്ടു പോകാറായി എന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അങ്ങനെ അമ്മ കുരിശ് കൊണ്ടുപോവാ, കുരിശ് മുത്തട്ടെ എന്ന് പറഞ്ഞാൽ കുരിശ് മുത്തനോട് കൂട്ടിയിട്ട് ആ ഇരിപ്പിൽ തന്നെ നമ്മുടെ മരണം കഴിഞ്ഞു. അപ്പോൾ വീട് നിറച്ച ആൾക്കാരുണ്ട്. അങ്ങനെ കെടുത്തിയപ്പോൾ അത് കഴിഞ്ഞിട്ട് അച്ഛൻ വന്നിട്ട് ഉപ്പുർശമ്മയുടെ ഇതിങ്ങനെ മരിച്ചതെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അപ്പോൾ മനസ്സിൽ തോന്നുന്നുണ്ട് അമ്മ മരിച്ചിട്ടാണ് കിടക്കണേന്ന് തോന്നുന്നുണ്ട്. പക്ഷേ അച്ഛൻ വന്ന് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞാൽ അപ്പോൾ ഡോക്ടർ വന്നു. ഡോക്ടർ പരിശോധിച്ച് പറഞ്ഞു അമ്മ മരിച്ചു വിട്ടാന്ന്. അപ്പോൾ അമ്മയ്ക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആശുപത്രിയിൽ കിടന്ന് മരിക്കരുത്, എൻ്റെ വീട്ടിൽ കിടന്ന് മരിക്കണമെന്നൊരു വലിയൊരു ആഗ്രഹമായിരുന്നു. അമ്മ വയ്യാതെ ഇപ്പോൾ പറഞ്ഞതെന്ന് ഡോക്ടറെ കൊണ്ടുവരാൻ അമ്മ പറഞ്ഞിട്ടില്ല. അത് നിങ്ങളുടെ മനസ്സിന് എനിക്ക് നാട്ടിലൊക്കെ തോന്നിയിട്ട് അങ്ങനെ ഡോക്ടറെ കൊണ്ടുവരാൻ പറഞ്ഞത്. അമ്മ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഡോക്ടറെ കൊണ്ടുവരാൻ, അമ്മ അച്ഛനെ കൊണ്ടുവരാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അച്ഛനെ കൊണ്ടുവന്നു. പക്ഷേ ഉപ്പുർശമ്മയുടെ സമയം അമ്മയ്ക്ക് ബോധത്തോടു കൂടി സ്വീകരിക്കാൻ പറ്റിയില്ല. എങ്കിലും അമ്മ അവിടെ നിന്ന് കുറച്ച് ദിവസം മുന്നേ വരെ പള്ളിയിൽ പോയി കുർബാന കണക്ക് ചെയ്തു. അപ്പോൾ ഉപ്പുർശമ്മയ്ക്ക് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഉപ്പുർശമ്മ കൊടുക്കാൻ നമ്മുടെ കുടുംബക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉപ്പുർശമ്മ കിട്ടാതെ ആരും പോകരുത് എന്ന് പ്രത്യേകം പറയുകയാണ്. അമ്മയ്ക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഉപ്പുർശമ്മ കിട്ടിയിട്ട് മരിക്കണമെന്ന്. പക്ഷേ അമ്മയ്ക്കത് സാധിച്ചില്ല. എങ്കിലും പ്രാർത്ഥന ദൈവം ഉണ്ടായിരുന്നു. ഈശോയെ മുത്തിയിട്ടാണ് എൻ്റെ അമ്മ മരിച്ചത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഓരോ മാതാപിതാക്കൾക്ക് ഓരോ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും, സാധിച്ചു കൊടുക്കുക കേട്ടോ മക്കൾ. അപ്പോൾ ശരി കേട്ടോ.